ഇതാണ് നത്തിങ്ങിൻ്റെ ഇയർ 2 എന്ന ട്രൂലി വയർലെസ് ഇയർബഡ്സ്. ഇന്ന് ഇന്ത്യയിൽ സെയിൽ ആരംഭിക്കാൻ പോകുന്ന ഒരു പ്രോഡക്റ്റാണിത്. 9,999 രൂപയാണ് ഇതിൻ്റെ വില. നേരത്തെ ഇയർ 1 മോഡലിനെ അപേക്ഷിച്ച് കുറച്ചധികം മാറ്റങ്ങൾ പുതിയ ബഡ്സിൽ കൊണ്ടുവന്നിട്ടുണ്ട്. ഡ്യുവൽ കണക്ഷൻ, പേഴ്സണൽ സൗണ്ട് പ്രൊഫൈൽ, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ എന്നിങ്ങനെ പല ഫീച്ചേഴ്സ് ഇതിൽ ഇംപ്രൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്ക് നത്തിങ് ഇയർ 2ൻ്റെ റിവ്യൂ കാണാം. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഡിസൈനിൽ നിന്ന് തുടങ്ങാം. പ്രീവിയസ് വെർഷൻ വെച്ച് നോക്കുമ്പോൾ ഇച്ചിരി കൂടെ തിന്നർ ആയിട്ടുള്ള ഡിസൈനാണ്. അപ്പോൾ ഫുള്ളി ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. സ്ക്രാച്ച് പിടിക്കാനുള്ള ചാൻസസ് ഒക്കെ നല്ലപോലെ ഉണ്ട്. പിന്നെ നേരത്തെ ഇത് അപേക്ഷിച്ച് കുറച്ച് പാറ്റേൺസ് ഒക്കെ പോയി കുറച്ചുകൂടെ പ്ലെയിൻ ആയിട്ടുണ്ട് ഈ ഒരു അകത്തെ ഭാഗവും ഈ പുറത്തെ ഭാഗവും ഒക്കെ. ഈ ഒരു ചാർജിങ് കേസിൻ്റെ മാഗ്നറ്റിക് ഫീഡ്ബാക്ക് ഒക്കെ നല്ലതാണ് കേട്ടോ, കുറച്ചുകൂടെയും സ്ട്രെങ്ത് കൂടിയിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ലിഡിൽ പിടിച്ച് ഇങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു ക്ലംസി ഫീലാണ്. ആ ഒരു പ്രൈസിങ്ങിൻ്റെതായിട്ടുള്ള ഒരു ഫീൽ തോന്നുന്നില്ല. പിന്നെ നമ്മുടെ ഇയർബഡ്സിൽ വന്നിരിക്കുന്നത് പിഞ്ച് കൺട്രോൾസ് ആണ്. നേരത്തെ ഇയർ 1 ടച്ച് കൺട്രോൾസ് ആയിരുന്നു, അത് മാറ്റി പിഞ്ച് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ രാത്രിയിൽ കട്ടിലൊക്കെ കിടന്ന് ചെരിഞ്ഞും തിരിഞ്ഞും ഒക്കെ കിടക്കുമ്പോൾ ഇയർബഡ്സ് ടച്ച് ആക്സിഡൻ്റലായിട്ടുണ്ടായിട്ട് പോസ് ചെയ്യുകയും മ്യൂസിക് സ്കിപ്പ് ആവുകയൊക്കെ ചെയ്യാറുണ്ടായിരുന്നു. അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഈ ഒരു ഇയർബഡ്സിൽ ഉണ്ടാവില്ല. ഇനി നമുക്ക് സ്പെസിഫിക്കേഷൻസ് നോക്കാം. 11.6 mm ഡ്രൈവറാണ് ഈ ഒരു പ്രോഡക്റ്റിലുള്ളത്. ഡ്യുവൽ ചേംബർ ഡിസൈൻ ആണ്. ഗ്രാഫീൻ പ്ലസ് പോളി യൂറിത്തേൻ മെറ്റീരിയലാണ് ഇതിൽ യൂസ് ചെയ്തിരിക്കുന്നത്. AAC SBC കോഡക് നോർമലി പോലെ തന്നെ സപ്പോർട്ടഡ് ആണ്. ഇത് കൂടാതെ ഹൈറസ് ഓഡിയോയും സപ്പോർട്ടഡ് ആണ്. LHDC 5.0 സപ്പോർട്ടാണ് ഇതിലുള്ളത്. അതായത് 24 ബിറ്റ് അല്ലെങ്കിൽ 192 kHz ഫ്രീക്വൻസി വരെ 1 Mbps സ്പീഡിൽ ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ കുറച്ച് ഹൈ റെസൊല്യൂഷൻ ഓഡിയോസും നോർമൽ ഓഡിയോ സോങ്സും തമ്മിൽ കമ്പയർ ചെയ്ത് നോക്കി. എസ്പെഷ്യലി നമ്മുടെ ഇടുക്കി ഗോൾഡിനകത്തെ മാണിക്കച്ചിറകുള്ള പാട്ട് കേട്ട് നോക്കി. അതിനകത്ത് നോർമൽ ക്വാളിറ്റിയിൽ കേൾക്കുമ്പോഴത്തേക്ക് കിളി ഇങ്ങനെ ഒരു വസ്തുവിടെ പറന്നു പോകുന്നു. പക്ഷേ ഹൈ ക്വാളിറ്റി ഓഡിയോ ഇട്ടപ്പോഴത്തേക്ക് ആ കിളി നമ്മുടെ തലയ്ക്ക് ചുറ്റും നിന്ന് പറക്കുന്ന ഒരു എഫക്റ്റാണ് കിട്ടിയത്. ഞാനിത് തള്ളുന്നതല്ല, ശരിക്കും അത് അനുഭവപ്പെട്ടുകൊണ്ട് പറയുന്നതാണ്. ഇനി ഈ ഹെഡ്ഫോൺസിൻ്റെ ഫീച്ചേഴ്സ് നോക്കാം. വെയർ ഡിറ്റക്ഷൻ ഇവർ ഹൈലൈറ്റ് ചെയ്യുന്ന പറയുന്ന ഒരു ഫീച്ചറാണ്. അത് നല്ല രീതിയിൽ തന്നെ വർക്ക് ആകുന്നുണ്ട്. നമ്മൾ ബഡ്ജറ്റ് ഹെഡ്ഫോൺസിലും ഈ ഒരു ഫീച്ചർ കണ്ടിട്ടുണ്ടെങ്കിൽ പോലും വല്ലപ്പോഴും ഒക്കെ അത് കറക്റ്റായിട്ട് വർക്ക് ചെയ്യാതെയൊക്കെ വരാറുണ്ട്. പക്ഷേ ഇതിൽ ട്രൈ ചെയ്ത് നോക്കിയ എല്ലാ സമയവും ഇത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ട് തന്നെയാണ് വർക്ക് ചെയ്തത്. ഇത് കൂടാതെ ഡ്യുവൽ കണക്ഷൻ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ലാപ്ടോപ്പിലും മൊബൈലിലും ഒരേ സമയം യൂസ് ചെയ്യുകയാണെന്ന് വിചാരിക്കുക. മൊബൈലിൽ നമ്മൾ പാട്ട് കേൾക്കുകയോ അല്ലെങ്കിൽ വീഡിയോ കാണുകയോ ചെയ്യുകയാണ്. ഫോണിലൊരു കോൾ വരുവാണെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി ഓഡിയോ നമ്മുടെ ഇയർബഡ്സിലേക്ക് ഫോണിൽ നിന്ന് കണക്റ്റ് ആവുകയും കോൾ കട്ടാകുമ്പോൾ നമ്മൾ തിരിച്ച് നേരത്തെ എൻജോയ് ചെയ്തുകൊണ്ടിരുന്ന മീഡിയ പ്ലേ ബാക്കിലേക്ക് തിരിച്ച് റിട്ടേൺ പോവുകയും ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ കുറച്ചധികം ഗെയിമുകൾ നമ്മൾ ഇതിൽ കണക്ട് ചെയ്തിട്ട് കളിച്ച് നോക്കി. ലേറ്റൻസി എന്ന് പറയുന്ന ഒരു ഇഷ്യൂവേ ഇല്ല. നമ്മളിത് കണക്ട് ചെയ്തിട്ട് വാലോറൻ്റ് ഒക്കെയാണ് കളിച്ച് നോക്കിയത്. അപ്പോൾ നല്ല അടിപൊളി പെർഫോമൻസ് ആയിരുന്നു കേട്ടോ. ഫുഡ് സ്റ്റെപ്സ് ഒക്കെ കറക്റ്റ് ടൈമിങ്ങിൽ തന്നെ കേൾക്കാൻ സാധിക്കുന്നുണ്ട്. പിന്നെ ഈ ഇയർബഡ്സിന് IP54 റേറ്റിംഗ് ആണുള്ളത്, അതായത് സ്പ്ലാഷ് പ്രൂഫാണ്. പിന്നെ അതുകൂടാതെ കേസിന് IP55 റേറ്റിംഗും ഉണ്ട്, അതായത് ഡസ്റ്റിൽ നിന്നും പ്രൊട്ടക്ഷൻ ഇതിന് നൽകുന്നുണ്ട്. ഇനി നമുക്ക് അടുത്ത സെക്ഷനിലേക്ക് കിടക്കാം. അത് ഈ പ്രോഡക്റ്റിൻ്റെ ഓഡിയോ ക്വാളിറ്റിയാണ്. അപ്പോൾ ഈ ഒരു പ്രീമിയം പ്രൈസിങ്ങിന് നല്ല വർത്തായിട്ടുള്ള ക്വാളിറ്റി ഈ ഒരു ഹെഡ്ഫോൺസ് ഡെലിവർ ചെയ്യുന്നുണ്ട്. ഇതിൽ നിന്ന് നമുക്ക് എല്ലാവിധ ശബ്ദങ്ങളും കേൾക്കാം എന്നുള്ളതാണ്. എല്ലാ ഫ്രീക്വൻസിയും നല്ല ഒരു നീറ്റായിട്ട് ഡെലിവർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ഒരു പ്രൈസിങ്ങിന് അതിൻ്റേതായിട്ടുള്ള മാന്യത പുലർത്തുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണിത്. പിന്നെ ഫുൾ വോളിയത്തിൽ നമ്മൾ മ്യൂസിക്കൊക്കെ പ്ലേ ബാക്ക് ചെയ്യുവാണെങ്കിലും ഇതിൽ ഇതുവരെ ഡിസ്റ്റോഷനോ കാര്യങ്ങളോ ഒന്നും തന്നെ ഫീൽ ചെയ്തില്ല. പിന്നെ അതുകൂടാതെ കുറേ ആഡഡ് ഫീച്ചേഴ്സ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ നത്തിങ് എക്സ് ആപ്പിൽ. അതിലേക്ക് നമുക്ക് വരാം. നോയ്സ് ക്യാൻസലേഷനെ പറ്റി പറയുകയാണെങ്കിൽ ഭയങ്കര ഹെവി പെർഫോമൻസ് ആണെന്നൊന്നും പേഴ്സണലി ഫീൽ ചെയ്യുന്നില്ല. എന്നാലും അത്യാവശ്യം നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ജോലി തന്നെ ചെയ്യുന്നുണ്ട്. പിന്നെ 5000 Hz വരെ ഫ്രീക്വൻസി റേഞ്ചിൽ നമുക്ക് നോയ്സ് ക്യാൻസലേഷൻ ചെയ്യാൻ പറ്റും. അപ് ടു 40 decibels വരെയാണ് സപ്പോർട്ടഡ് ആയിട്ടുള്ളത്. ഇപ്പോൾ ഫാനിൻ്റെ നോയ്സ് ഒക്കെ ആണെങ്കിൽ നമ്മൾ 5th സ്പീഡ് ഇട്ടേക്കുന്നതെന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊക്കെ കേൾക്കാം. ആ ഒരു രീതിയിലാണ് നോയ്സ് ക്യാൻസലേഷൻ വരുന്നത്. ഇനി നമുക്ക് മൈക്രോഫോൺ ക്വാളിറ്റി ചെക്ക് ചെയ്യാം. ഇപ്പൊ നിങ്ങൾ കേൾക്കുന്ന ഈ ഓഡിയോ നത്തിങ് ഇയർ 2 കോൾ റെക്കോർഡിംഗിൽ എടുത്തതാണ്. ഇത് ഒരു ഇൻഡോർ കണ്ടീഷനിൽ എടുത്തതാണ്. ഇപ്പോൾ നിങ്ങൾ കേൾക്കുന്ന ഈ ഒരു ഓഡിയോ നമ്മൾ റോഡ് സൈഡ് ട്രാഫിക്കിൽ നിന്ന് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു ഹെഡ്ഫോൺസിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടുന്ന ഒരു നോയ്സ് ക്യാൻസലേഷൻ്റെ എഫക്റ്റ് നിങ്ങൾക്ക് ഏകദേശം ഇപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ മുമ്പേ പറഞ്ഞ നത്തിങ് എക്സ് ആപ്പ് ഇത് കിഡിലിനായിട്ട് ഡിസൈൻ ചെയ്തേക്കുന്ന ഒരു ആപ്പാണ്. ഇതിൻ്റെ UI UX ഡിസൈൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇംപ്രസീവായിട്ടാണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ നോർമലി മാർക്കറ്റിലുള്ള ബാക്കി ഇയർബഡ്സിൻ്റെ ആപ്ലിക്കേഷൻ എടുത്ത് നോക്കുമ്പോൾ ഇത് തീർച്ചയായിട്ടും അവയിൽ നിന്നെല്ലാം തന്നെ വേറിട്ട് നിൽക്കുന്ന ഒരു ഡിസൈനാണ്. അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനിൽ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഇയർബഡ്സിൻ്റെ ചാർജിങ് കണ്ടീഷൻ അറിയാം. പിന്നെ ഈക്വലൈസർ മോഡ് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ 4 പ്രിസെറ്റ്സ് കാണാം. ബാലൻസ്ഡ്, മോർ ബേസ്, മോർ ട്രബിൾ, വോയിസ് എന്നിങ്ങനെ. പിന്നെ കസ്റ്റം ഓപ്ഷനും കൂടി ഉണ്ട്. അപ്പോൾ ഈ മുകളിലത്തെ ഒരു വേവ് ഫോമിൻ്റെ ഒരു ലോഗോ ഉണ്ട്. അത് പ്രസ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ റിക്വയർമെൻ്റ് അനുസരിച്ച് നമ്മൾ ഏതൊക്കെ ഫ്രീക്വൻസീസ് നമുക്ക് കേൾക്കാൻ സാധിക്കുന്നുണ്ട് അതൊക്കെ നോക്കിയിട്ട് ലോ വോളിയത്തിലും മാക്സിമം ഡീറ്റെയിൽസ് കിട്ടുന്ന പോലെ നമുക്ക് ഇത് കസ്റ്റമൈസ് ചെയ്ത് ഈക്വലൈസർ സെറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഇത് നല്ല ഇംപ്രസീവ് ആയിട്ടുള്ളൊരു ഫീച്ചറാണ്. പക്ഷേ ചില മലയാളം പാട്ടുകളൊക്കെ പഴയ പാട്ടുകളൊക്കെ കേട്ടപ്പം വോക്കൽസിൽ അത് കയറി ട്രബിൾ ചെയ്യുന്നതായിട്ട് തോന്നി. കാരണം ഇല്ലാത്ത കുറച്ച് എലമെൻറ്റ്സ് ഒക്കെ കയറി വരുന്ന പോലെ അങ്ങനെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ തോന്നിയിട്ടുണ്ട്. എന്നാൽ പുതിയതായിട്ട് വരുന്ന പാട്ടുകളിലൊക്കെ നമുക്ക്
ഇതുവരെ കേട്ടിട്ടില്ലാത്ത കുറേ ഡീറ്റെയിൽസ് കേൾക്കുന്നതായിട്ടും ഫീൽ ചെയ്യുന്നുണ്ട്. പിന്നെ അതുകൂടാതെ താഴേക്ക് വന്ന കസ്റ്റം ഈക്വലൈസർ സെറ്റ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് മാനുവലി ഇവിടെ ഇങ്ങനെ ഡ്രാഗ് ചെയ്തിട്ട് ഇതിൻ്റെ കൺട്രോൾസ് സെറ്റ് ചെയ്യാം. അപ്പോൾ ഇതിൽ വരുന്ന പ്രീസെറ്റ് ഈക്വലൈസേഴ്സ് എല്ലാം തന്നെ ഒന്നിനൊന്ന് മികച്ചതാണെന്നും കൂടെ പറയാം കേട്ടോ. ബാലൻസ്ഡ് ആണെങ്കിൽ നല്ല വൃത്തിയായിട്ടുള്ള ഓഡിയോ കിട്ടും. അതേപോലെ തന്നെ ബേസ് ബൂസ്റ്റ് ചെയ്യുകയാണെങ്കിൽ നല്ല ഡീസൻ്റ് ആയിട്ടുള്ള ബേസ് കയറി വരുന്നുണ്ട്. ഒരുപാട് അങ്ങ് എക്സ്പെക്ട് ചെയ്യരുത്, പക്ഷേ ഈ ഒരു ഫോം ഫാക്ടറിന് നൽകാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു പെർഫോമൻസ് തന്നെ ഈ ഒരു ഇയർബഡ്സ് കാഴ്ചവെക്കുന്നുണ്ട്. അതുകൂടാതെ ഒരു കൺട്രോൾ സെക്ഷൻ ഉണ്ട്. അതെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് പിഞ്ച് കൺട്രോൾസ് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റും. അത് ഓരോ ഇയർബഡ്സിൻ്റെ ഇൻഡിവിജ്വലായിട്ടും നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കും. അതിൽ സിംഗിൾ പഞ്ചിൻ്റെ കൺട്രോൾ മാത്രം ഫിക്സ്ഡ് ആണ്, അത് കസ്റ്റമൈസ് ചെയ്യാൻ പറ്റില്ല. ഇനി ഈ ഇയർബഡ്സിൽ പിഞ്ച് ചെയ്യുമ്പം പിഞ്ച് രജിസ്റ്റർ ആയോ ഇല്ലോ എന്നറിയാൻ ഒരു പ്രസ് ചെയ്യുന്ന ഒരു ഹാപ്റ്റിക് ഒരു സൗണ്ട് നമുക്ക് കേൾക്കാം. ഇത് ആക്ച്വലി അവിടെ ബട്ടണോ കാര്യങ്ങളോ ഒന്നുമില്ല, പക്ഷേ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്കൊരു ബട്ടൺ പ്രസ്സായി എന്ന് ഫീൽ ചെയ്യുന്ന പോലെ ക്രക്ക് ക്രക്ക് അങ്ങനെ ഒരു സൗണ്ട് കേൾപ്പിക്കും. ഇനി നമുക്കിതിൻ്റെ അടുത്ത മേജർ ആസ്പെക്റ്റിലേക്ക് കിടക്കാം, ബാറ്ററി ലൈഫ്. കേസിൻ്റെ വലുപ്പം പഴയതിനെ അപേക്ഷിച്ച് അത്യാവശ്യം നല്ലപോലെ ചെറുതാക്കിയിട്ടുണ്ടെങ്കിലും 36 hours ആണ് മ്യൂസിക് പ്ലേബാക്ക് പറയുന്നത്, ആക്റ്റീവ് നോയ്സ് ക്യാൻസലേഷൻ ഓഫ് ആണെങ്കിൽ. പിന്നെ ചാർജിങ് പറയുകയാണെങ്കിൽ Type-C കേബിൾ ചാർജിങ് ആണ് വരുന്നത്. ഇത് കൂടാതെ നമ്മുടെ സ്മാർട്ട് ഫോണിൽ റിവേഴ്സ് വയർലെസ് ചാർജിങ് സപ്പോർട്ടഡ് ആയിട്ടുണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. 2.5 watts ആണ് ചാർജിങ് സ്പീഡ്. പിന്നെ ഇത് കൂടാതെ 10 minute ചാർജ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ 8 hours യൂസേജിനുള്ള ചാർജ് നമുക്ക് ഈസി ആയിട്ട് ഫാസ്റ്റ് ചാർജ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത്രയൊക്കെയായിരുന്നു നമ്മുടെ നത്തിങ് ഇയർ 2ൻ്റെ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനുണ്ടായിരുന്നത്. ഞാൻ ഓവറോൾ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചാൽ തീർച്ചയായിട്ടും നല്ല കിടിലൻ ക്വാളിറ്റി തരുന്ന ഒരു അടിപൊളി പ്രോഡക്റ്റ് തന്നെയാണിത്. പ്രൈസിങ്ങിൻ്റെ കാര്യത്തിൽ ഇച്ചിരി മുകളിലാണോ നിൽക്കുന്നത് എന്നൊരു സംശയമുണ്ട്. പക്ഷേ എന്നാൽ പോലും ആ ഒരു പ്രൈസിങ്ങിന് ഡിഫൈൻ ചെയ്യാവുന്ന അല്ലെങ്കിൽ ആ ഒരു പ്രൈസിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് തരുന്ന ഒരു പ്രോഡക്റ്റ് കൂടിയാണിത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് നമ്മൾ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്. നിങ്ങൾക്ക് വാങ്ങാൻ ബഡ്ജറ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായും വിശ്വസിച്ച് വാങ്ങാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റ് തന്നെയാണ്. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. നമുക്ക് മറ്റൊരു ഉഗ്രൻ ടെക്നോളജി വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. ഗുഡ് ബൈ.